തൻ്റെ അട്ടിപ്പേറവകാശം എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ ഉടുമ്പിനെ പോലെ ആ കസേരയിൽ അള്ളിപ്പിടിച്ചതായി ഇങ്ങനെ ഇരിക്കുന്നു, അമർത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു മനുഷ്യൻ സിദ്ധാരാമയ്യ. അന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടതാണ് 2.5 വർഷത്തേക്ക് ഇദ്ദേഹത്തിന് 2.5 വർഷത്തേക്ക് DK ശിവകുമാർ എന്ന ഒക്കലിക സമുദായക്കാരനും കൊടുത്തുകൊണ്ട് ഇത് തീർക്കാമെന്നുള്ളതാണ്. 2.5 വർഷമായില്ല, അതിനു മുമ്പ് തന്നെ ഈ സിദ്ധാരാമയ്യയോടുള്ള ജനപ്രീതി അങ്ങ് തീർന്നു. 2 വർഷമായപ്പോൾ തന്നെ ഒക്കലികയുടെ ഒരു സന്യാസി, മഠത്തിൽ താമസിക്കുന്ന ഒരു സന്യാസി, അവർക്ക് സന്യാസിമാരുണ്ട്, വളരെ സ്വാധീനം കേരളത്തിലെ പോലൊന്നുമല്ല, ആ സന്യാസിമാർക്ക് വലിയ പ്രബലമായിട്ടുള്ള സ്വാധീനം ആ മഠങ്ങളിലുണ്ട്. ഉദാഹരണം നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് എങ്ങനെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സമുദായത്തിൻ്റെ മേൽ സ്വാധീനം ഉണ്ടോ, അതുപോലൊരു സ്വാധീനമുള്ള സ്വാമിമാരായി ഇപ്പോഴും അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ സ്വാമി നേരിട്ട് തന്നെ രാഷ്ട്രീയത്തിലൊന്നും അവർ ഇടപെടാറില്ല. നമ്മുടെ ഈ ബിഷപ്പ് ഹൗസിലെ ആളുകളെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മൗലവി ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇടപെടുന്ന ആൾക്കാരല്ല. അത്യാവശ്യത്തിന് മാത്രം അവർ വന്ന് പറഞ്ഞു, സിദ്ധരാമയ്യ നിങ്ങൾ മാറി ഒക്കലിക സമുദായക്കാരനായിട്ടുള്ള DK ശിവകുമാറിന് സ്ഥാനം കൊടുക്കണം. ശിവകുമാർ ഒന്നും പറഞ്ഞില്ല. ശിവകുമാർ പറഞ്ഞതാണോ എന്ന് പറയും, അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുമല്ല. ആ വികാരം അദ്ദേഹം പ്രതിഫലിപ്പിച്ചിട്ട് പോയി. പക്ഷേ ഈ സ്ഥാനത്തുനിന്ന് അള്ളിപ്പിടിച്ചൊരൊറ്റ ഇരിപ്പ്, ഞാൻ മരിക്കുന്നവരെ ഇവിടുന്ന് മാറത്തില്ലെന്ന്.